ജാനീസിന്റെ വേറൊരു പ്രൊഡക്റ്റും കൂടെ ഇറക്കാൻ പോകാൻ കേട്ടോ. ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് ഞാനിപ്പോ ഇറക്കാൻ പോകുന്നത്. ജാനീസിന്റെ ഹെയർ ഓയിലിലൂടെ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാമോ, താളിപ്പൊടി യൂസ് ചെയ്യാമോ എന്നൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് താളിപ്പൊടി ഇവിടെ ഇറക്കാൻ പോവുകയാണ്. ഞാനിതെല്ലാം എന്താ പറയാ ഒരു ഫ്രണ്ടിൽ നിന്നങ്ങ് കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ സിന്ധുമ്മയാണ് കേട്ടോ അതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്ന കാര്യം. എനിക്ക് തൃശ്ശൂരിൽ ഇത് അത്ര വലിയ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. പക്ഷെ നമ്മുടെ ഇടുക്കി നിറയെ ചെമ്പരത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലൊക്കെ വെച്ചിട്ട് നമ്മളെ നല്ല അടിപൊളി താളിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു കെമിക്കൽസ് നമ്മളിപ്പോ കടയിൽ നിന്ന് കടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വെട്ടിയെറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് 100% നിങ്ങൾക്ക് വിശ്വസിക്കാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ ജാനീസിന്റെ ഓയിൽ പോണക്ക് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ണടച്ച് വിശ്വസിക്കാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. കുട്ടായമ്മാവിനോടെ പോയപ്പോഴേ നമ്മൾ കുറച്ച് ഇല പൊട്ടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് ഇതിവിടെ തൽക്കാലത്തേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. കാര്യം ഇപ്പൊ മഴ സീസൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നാളെ പകല് വെയിലുള്ളപ്പോഴേ ഇത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ തുടച്ചിട്ടേക്കുന്ന തറയാട്ടോ, അങ്ങനൊന്നും ആരും വിചാരിക്കല്ലേ. ഞാൻ ഇത്ര ആണ് കേട്ടോ ആദ്യമേ ഉണക്കാന്ന് വിചാരിച്ചേക്കുന്നത്. പണ്ട് ചെറുപ്പത്തിലേക്ക് നമ്മുടെ പപ്പയൊക്കെ വാങ്ങിക്കൊണ്ട് തരാറുണ്ടാകും കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോ ഇഷ്ടം പോലെ മേടിച്ചോട്ട് തരുമായിരുന്നേ. അപ്പൊ ഓർമ്മ ആ ഒരു സ്മെല്ലും, നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് ഒരു പ്രത്യേക സ്മെല്ലും നല്ലതുമായിരിക്കും. നമ്മുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. കടയിൽ നിന്ന് മേടിക്കുമ്പോ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഉണക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ നിങ്ങളിങ്ങനെ കാണണമെന്ന് വിചാരിക്കണ്ട കേട്ടോ, ഇത് ഇത്ര ഒന്നും കിട്ടത്തില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കത് നെറ്റമേ ഇതെല്ലാം നമുക്ക് ഉണക്കാം കേട്ടോ. അപ്പൊ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി മുട്ടും ചെമ്പരത്തി പൂവും എല്ലാം സമമാണ് കേട്ടോ. ഇത് കമ്പയർ നമുക്ക് ഉതിർത്തി എടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പണിയുണ്ട് കേട്ടോ, ചുമ്മാ അല്ല. അതെല്ലാം ഞാൻ സിന്ധമ്മേനെ ഏൽപ്പിക്കുവാണ്. ഇത്ര ഉണക്കി പൊടിച്ച് നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലോട്ട് എത്തിക്കുന്നതായിരിക്കും. ജാനീസ് ഓയിൽ മേടിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ താളിയും കൂടെ അതിന്റെ കൂടെ യൂസ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളത്. പക്ഷെ താളി ഇപ്പൊ ഗൾഫിലുള്ളവർക്ക്, ഇപ്പൊ എനിക്ക് തന്നെ തൃശ്ശൂർ എനിക്ക് അത്ര കിട്ടത്തില്ല, ഭയങ്കര പാടാണ് താളി. താളി എപ്പോഴും നല്ലതാണ്, തലയ്ക്ക് തണുപ്പിനും ഒക്കെ നല്ലതാണ്. അപ്പൊ എന്തായാലും എന്നോട് കുറെ നാളായിട്ട് എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, അമ്മു ഓയിലിന്റെ കൂടെ തന്നെ അമ്മു താളിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ഷാമ്പൂ ഉണക്കോ അങ്ങനെ എന്തെങ്കിലും ഇറക്കാൻ വന്നിട്ടായിരുന്നു. അപ്പൊ തൊട്ടേ എന്റെ മനസ്സിലുണ്ടായിരുന്നു താളിപ്പൊടിയുടെ ഇറക്കണം. പിന്നെ ഇച്ചിരി പനിയുടെ പാടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ച് നിന്നത്. എന്തായാലും അമ്മ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. എന്നാ പിന്നെ ഞങ്ങൾ ഇതങ്ങ് ഇറക്കിയേക്കോ കേട്ടോ. എല്ലാവരും ഓർഡർ ചെയ്തേക്കണേ. നമ്മളുണ്ടല്ലോ ഇപ്പൊ പറിച്ചേക്കുന്ന കുറച്ച് ഇല മാത്രമാണ് കേട്ടോ. അത് ഇതിന്റെ കൂടെ തന്നെ ഇല പൂവ് വരും, അതുപോലെ തന്നെ മൊട്ട് വരും. അതൊക്കെ നാളെ അമ്മ ഇറങ്ങി പറിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് അത്യാവശ്യം കിട്ടിയേക്കുന്ന ഇല മാത്രമാണ്. ഇല മാത്രമാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പൂവും മൊട്ടും ഒക്കെ അങ്ങ് പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ നാളെ ഇറങ്ങി അതെല്ലാം പറിക്കും. പിന്നെ നോർമലി എത്ര ദിവസം വേണം, എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലൊക്കെ എനിക്കൊരു 2-3 ദിവസം കൊണ്ട് എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. എനിക്ക് എപ്പോഴും എന്താ പറയാ അവിടെ അവൈലബിൾ അല്ല ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പൂ പറിക്കാൻ പോകുന്ന കൂടി തന്നെ വേറൊരു കവറി അവിടെയുള്ള ഇലയെല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്ന് ഉണക്കി ഞാൻ താളിയായിട്ടാണ് കേട്ടോ കൂടുതലും തലയിൽ തേക്കാറുള്ളത്. ഞാൻ ഷാമ്പൂ ഒന്നും അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപൂർവം മാത്രമേ ഞാൻ ഷാമ്പൂ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ, അല്ല താളിപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ഓയിൽ പോണക്ക് തന്നെ നല്ലതാണ് താളിപ്പൊടിയും. നല്ല ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ താളിക്ക്. ഞാൻ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ ഇറക്കാണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്റെ ഓയിൽ മേടിക്കുന്ന എല്ലാവരും തന്നെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, താളിപ്പൊടി ഉണ്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ പേർക്കൊക്കെ മേടിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അമേരിക്കയിൽ നിന്നൊക്കെ എനിക്ക് ഓർഡർ വരുന്നവർക്ക് അവർ ചോദിക്കട്ടോ, അവർ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും എന്നെ കൊണ്ടുപോകുന്ന ഓയിൽ. അപ്പൊ അവരെന്റെ അടുത്ത് പറയൂട്ടോ, അമ്മു ഒരു 5 താളിപ്പൊടിയുടെ പാക്കറ്റും കൂടെ മേടിച്ച് കൊടുത്തു വിടണേന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തിനാണ്, നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി അങ്ങ് കൊടുത്തു വിട്ടേക്കാം അല്ലേ. അപ്പൊ എന്തായാലും ജാനീസിന്റെ പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ വെളിയിലോട്ട് ഇറക്കുന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ.